ദേവസ്വം ബോർഡിനെ ഒരു മറയാക്കിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് കാണിക്കാൻ പിണറായി ഗവൺമെന്റിന് കാണിക്കാനില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ പറഞ്ഞ നവോത്ഥാനത്തെ ഉപേക്ഷിക്കാൻ കാര്യം എന്താണ്? യുവതി പ്രവേശനം ഇപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി ഉത്തരവിന് യാതൊരു വിധമായ സ്റ്റേയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയ ഇടപെടലുകൾ കൂടെ ചർച്ചയാവണം. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഒരു പരിപാടിയല്ല, അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത്, അല്ലെങ്കിൽ ഇത് നടത്താം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്. ശരിക്കും അയ്യപ്പ സംഗമം സർക്കാരിന്റെ പരിപാടിയായിരുന്നോ ദേവസ്വം ബോർഡിന്റെ പരിപാടിയായിരുന്നു? അല്ല, വളരെ വ്യക്തമാണല്ലോ. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ, രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഒരു പാലമായിട്ട്, അതായത് അയ്യപ്പ ഭക്തരെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ തങ്ങൾക്കൊരു കാലഘട്ടത്തിൽ തങ്ങളുടെ നിലപാട് കൊണ്ട് എതിരായ ഒരു ജനവിഭാഗത്തെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ മാത്രം ഭാഗമായിട്ട് നടത്തിയ കാര്യമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാര്യം ദേവസ്വം ബോർഡിനെ ഒരു മറയാക്കിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ശബരിമല പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ പരിപാടി നടത്തുവാൻ സർക്കാരിന് പരിമിതികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സർക്കാർ രാഷ്ട്രീയ പരിപാടിയാണ് ശബരിമല അയ്യപ്പ സംഗമം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, ഒരു സംശയവും വേണ്ട. കാര്യം അങ്ങനെ ഒരു സംഭവം നടത്തുന്നതിന് നമുക്ക് എതിര് പറയാനും കഴിയില്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിനാരും എതിരല്ല, അല്ലെങ്കിൽ ശബരിമലയിൽ വികസനം വരുന്നതിനാരും എതിരല്ല. ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ വന്നുകൊണ്ടോ അല്ലെങ്കിൽ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരുപാട്, അതായത് പണ്ട് കാലം മുതൽക്ക് തന്നെ അവിടെ ശബരിമലയിൽ ചെല്ലുമ്പോൾ അറിയാം, സ്വാമി അയ്യപ്പ റോഡ് മുതൽക്ക് തന്നെ എന്താണ് പല ആളുകൾ സ്പോൺസർ ചെയ്ത ഒരുപാട് നിർമ്മിതികളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയും. അങ്ങനെ നിക്ഷേപം വന്ന് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോട് കൂടി ഭക്തജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിർമ്മിക്കുന്നതിനെ ഒന്നും തന്നെയും ആർക്കും എതിര് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചു. ശബരിമലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. കഴിഞ്ഞ 9 വർഷവും ഇവർക്ക് ശബരിമല കർമ്മപദ്ധതി ഇല്ലായിരുന്നു, മാസ്റ്റർ പ്ലാൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മണ്ഡലകാലങ്ങൾ നടത്തുന്നുണ്ട്. അതിനുപരിയായിട്ട് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പരിപാടി, അല്ലെങ്കിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ വരുന്ന ഒരു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് കാണിക്കാൻ പിണറായി ഗവൺമെന്റിന് കാണിക്കാനില്ല. അതാണ് ഇവിടുത്തെ ഒന്നാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ ഒരു ക്ഷേത്രമെന്ന നിലയിൽ ശബരിമലയിലെ സുപ്രീം കോടതി 2018 വിധി പ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഈ ശബരിമലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അതായത് പോലീസിനെ ഉപയോഗപ്പെടുത്തി, അവിശ്വാസികളെ ഉപയോഗപ്പെടുത്തി, ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനപ്പെടുത്തിയ, മുറിവേൽപ്പിച്ച ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. ആ സംഭവവികാസങ്ങളിൽ സർക്കാർ ഒരു പുനർചിന്തനം നടത്താൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ആ വിഷയത്തിലുള്ള നടപടി, അല്ലെങ്കിൽ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയാൽ പിന്നെ ആർക്കും ഇതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരേ സമയത്ത് ശബരിമലയിലെ വിശ്വാസികളോടൊപ്പമാണെന്ന് സർക്കാർ പറയുന്നു, മറുസൈഡിൽ സർക്കാർ വിശ്വാസികളുടെ വികാരങ്ങളെയും അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും അടിച്ചമർത്തുവാനും അതിനെ തല്ലിക്കെടുത്തുവാനും ശ്രമിച്ച നിലപാടുകൾ ഇപ്പോഴും മറുവശത്ത് എന്താണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ വിധിയാണ് അവർ പാലിച്ചതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനെന്ത് മറുപടി പറയും? അല്ല, സുപ്രീം കോടതിയുടെ ഒരുപാട് വിധികൾ കേരളത്തിലുണ്ടല്ലോ, പാലിക്കാത്തതായിട്ടുള്ള എത്രയോ വിധികളുണ്ട്. മതപരമായിട്ടുള്ള പല സഭാതർക്കങ്ങളിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് സർക്കാർ പാലിക്കാത്തതായിട്ടുള്ളത്? അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്റർ സ്റ്റേറ്റ് വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ വിധികളുണ്ടല്ലോ. PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്രൂട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ വിധികളാവുകയും പിന്നീട് അത് കോടതിയെ ലക്ഷ്യമായിട്ടുള്ള എത്രയെത്ര സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതിയാണ് ഒരു ആത്യന്തികമായിട്ട് ഒരു വിഷയത്തിൽ വിധി പറയേണ്ടത്. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാര്യം ഇന്ത്യയിലെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. പക്ഷെ ഇവിടെ സുപ്രീം കോടതി വിധിയെ മറയാക്കിക്കൊണ്ട് അതിനെ യാതൊരു തരത്തിലും അത് നടപ്പിലാക്കിയ രീതിയെയാണ് ഇവിടെ എല്ലാവരും എതിർക്കുന്നത്. ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ട ഒരു സ്റ്റേയും വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കാത്തത്? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ പറഞ്ഞ നവോത്ഥാനത്തെ ഉപേക്ഷിക്കാൻ കാര്യം എന്താണ്? യുവതി പ്രവേശനം ഇപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതി യാതൊരു വിധമായ സ്റ്റേയും പുറപ്പെടുവിച്ചിട്ടില്ല. ഇപ്പോഴും യുവതീ പ്രവേശനത്തിന് വേണ്ടിയുള്ള, അതായത് ഭരണഘടനാ ബെഞ്ച് ഈ പറയുന്ന രീതിയിൽ പരിഗണിക്കുന്നു എന്നല്ലാതെ സുപ്രീം കോടതി ഉത്തരവിന് യാതൊരു വിധമായ സ്റ്റേയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു യുവതി ശബരിമലയിൽ കയറണമെന്ന് വന്നു കഴിഞ്ഞാൽ
ഇപ്പോൾ ശബരിമലയുടെ താഴെ, ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ്, താഴെ പോലീസുകാർ തടയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിയമാനുസൃതമായിട്ട് കോടതിയെ സമീപിച്ചു കൊണ്ടുവന്നാൽ ഇപ്പോഴും അവരെ നിയമപരമായി തടയാൻ കഴിയില്ല. കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ ഇവിടുത്തെ പാർലമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണ സഭകളോ ഒരു തരത്തിലുള്ള നിയമം പാസ്സാക്കിയിട്ടില്ല. നമുക്കറിയാം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനത്ത് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന അവിടുത്തെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് മനുഷ്യരെ വിരുതി കൊടുക്കുന്ന ഒരു അനാചാരത്തിനെതിരായിട്ട് സുപ്രീം കോടതി വിധി വന്നു. പക്ഷേ തമിഴ്നാടിന്റെ സാംസ്കാരികമായ പൈതൃകമാണ് ജല്ലിക്കെട്ട് എന്നതുകൊണ്ട് തമിഴ്നാട് നിയമസഭ എന്ത് ചെയ്തു? ജല്ലിക്കെട്ടിനെതിരെ പ്രമേയം പാസ്സാക്കി. ഇവിടെ പിൽഗ്രീം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്, സ്റ്റേറ്റിന്റെയും സെൻട്രലിനും ഇടപെടാൻ കഴിയുന്ന വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേരള നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കിയിട്ടില്ലല്ലോ? അല്ലെങ്കിൽ യൂണിയൻ പാർലമെന്റ് BJP ഭരിക്കുന്നുണ്ടല്ലോ, BJP എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ എന്താത്തത്, ഒരു നിയമം പാസ്സാക്കാത്തത്? ഇവിടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും, LDF-നായാലും BJP-ക്കായാലും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ഭക്തജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്തല്ല വിശ്വാസികളുടെ ഒപ്പമാണ്, ഞങ്ങൾ ശബരിമലയുടെ വളർച്ചയ്ക്കൊപ്പമാണ്, ശബരിമലയുടെ വികസനത്തിനൊപ്പമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ശബരിമലയിൽ നടത്തിയ ഇടപെടലുകൾ കൂടെ ചർച്ചയാവണം. അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. BJP ഇതിനെ എതിർക്കുമ്പോഴും യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പിന്തുണ നൽകിയിരുന്നു, അല്ലെങ്കിൽ ആശംസ അറിയിച്ചിരുന്നു. ശരിക്കും അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്ന് BJPക്ക് കൃത്യമായി അറിയാമെന്നിരിക്കെ യോഗി ആദിത്യനാഥിന്റെ ആശംസ ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പ് ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ CPM-കാരും അല്ലെങ്കിൽ DYFI-കാരും നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് ഗവൺമെന്റിന് കേരളത്തിലെ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ഒരു ക്ഷണം അല്ലെങ്കിൽ ഈ ഒരു അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം അതിന് എന്ത് ചെയ്തു? ഒരു മറുപടി കൊടുത്തു. അത് എന്തൊരു ആർജവത്തിലാണ് നമ്മുടെ മന്ത്രി വായിക്കുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ എന്താണ് ഈ പറയുന്ന ഈ ഒരു കാര്യം UDF ഭരിച്ചപ്പോഴാണ് ഏതെങ്കിലും ഒരു UDF-ന്റെ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രിമാരോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അപ്പൊ ഇവിടുത്തെ വലിയ സംഭവമായിട്ടാണ് ഇടതുപക്ഷം പറഞ്ഞത്. യോഗി ആദിത്യനാഥ് എന്താണ് ആശംസ കൊടുത്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ യഥാർത്ഥമായ പ്രശ്നം ശബരിമലയിലെ വികസനമുണ്ടോ, അല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ സുരക്ഷ, ശബരിമലയുടെ വിശ്വാസങ്ങളെ ചവിട്ടിമതയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയുടെ ഇപ്പോഴും അത് ഒരു ഭീഷണിയായിട്ട് നടക്കുകയാണ്. പറഞ്ഞതുകൊണ്ട് ഒരു വികസനം ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള നവകേരള സദസ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ LDF സംസാരിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടപ്പിൽ വന്നിട്ടില്ല. അത് നടപ്പിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ 9 വർഷക്കാലമായിട്ട് ഒരു പദ്ധതിയും ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ അവസാനത്തെ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെന്റുകളുടെ ഒരുപാട് നിർമ്മിതികൾ നമുക്ക് ശബരിമലയിൽ കാണാൻ സാധിക്കും. ലീഡർ K. കരുണാകരന്റെ കാലഘട്ടത്തിലെയും AK നായനാരുടെ കാലഘട്ടത്തിലെയും VS അച്യുതാനന്ദന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള നിർമ്മാണങ്ങളും അതോടൊപ്പം തന്നെ നിർമ്മിതികളും പദ്ധതികളും ഒക്കെ ശബരിമലയിൽ യഥേഷ്ടം കാണാൻ സാധിക്കും. പക്ഷേ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ശബരിമലയ്ക്ക് വേണ്ടി കാര്യമായിട്ടുള്ള ഒരു വികസന പദ്ധതി ഇതുവരെയായും എന്ത് ചെയ്തിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കോടികൾ മുടക്കിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ നടത്തുന്നു. ആർക്കും അതിനെതിരെ പറയാനില്ല, അവർ നടത്തിക്കോട്ടെ. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. എന്താണ് യുവതീ പ്രവേശനത്തിലെ LDF-ന്റെ ഗവൺമെന്റിന്റെ നിലപാട്? പറയുന്നില്ല. അത് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ ആട്ടിപ്പായിക്കുകയാണ്. ഭക്തജന പങ്കാളിത്തം കുറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ കേട്ടില്ലേ, ഇതുവഴിയാണ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അവർക്ക് അനുകൂലമല്ലാത്തതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അവർ അന്നേരം തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. ശബരിമലയിൽ വികസനം ആവശ്യമാണ്. ശബരിമല എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പൊതു ആരാധനാ കേന്ദ്രമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു പൊതുജന പങ്കാളിത്തത്തിൽ തന്നെ സർക്കാർ തന്നെയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ശബരിമലയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗത്ത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.